നമുക്ക് 12.85 കൊടുക്കാം. 15 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. നമുക്ക് ഈ ഇത്രയും ചെറിയ ചെറിയ കിലോമീറ്ററോടെ വണ്ടികൾ എങ്ങനെയാണ് നിങ്ങൾ തെരഞ്ഞു പിടിക്കുന്നത്? ഹൈ റിസ്ക് ആണ്. 10 പോലെ ഒരെണ്ണം കിട്ടത്തുള്ളൂ. ഒന്നേ കിട്ടുള്ളൂ. ഫുൾ ഷോറൂം സർവീസ് ഹിസ്റ്ററി എല്ലാം പക്ക ഹിസ്റ്ററി. ആക്സിഡന്റ് ക്ലൈമറ്റ് ടച്ചിങ് പോലും ഇല്ല, ബോഡി ഒന്നുമില്ല. അത്രയും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റൂല. അത് ടച്ചപ്പ് കയറാത്ത വാഹനമാണ്. അത് നമുക്ക് 55,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഡീസൽ. ഇതൊരു ശരിക്കും ഓഫ് റോഡ് കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ്. അത്രയും നല്ല ബോഡി ക്വാളിറ്റിയും പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു വാഹനമാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? 8 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം, ഫുൾ ലോൺ കയറും. ഇത് നമ്മൾ ഒരു സ്വിഫ്റ്റ് വാങ്ങുന്ന പ്രൈസിനാണല്ലോ പൊട്ടിച്ചാണല്ലോ കൊടുക്കുന്നത്. 8 ലക്ഷം രൂപക്ക് നമുക്കൊരു ഡീസൽ വണ്ടി, അത് 55,000 കിലോമീറ്റർ ഓടിയത് ഫുൾ ഓൺലൈൻ. ഓട്ടോമാറ്റിക് ആണ്, ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, 2 സൈഡ് എയർ ബാഗ്. അതായത് ഇപ്പോഴും നമുക്ക് ആ ഒരു പുതുവാഹനത്തിന്റെ ആ ഒരു സ്മെല്ല് പോയിട്ടില്ല അല്ലെ? അത്രയും ഒരു പുത്തൻ സ്മെല്ലിൽ പുതിയൊരു വാഹനത്തിന് അതേ ഫീൽ ഉള്ള വണ്ടിയാണ്. യൂസ് ചെയ്തിട്ടില്ല. ചെറിയ കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് എന്നുള്ളതാണ്. 47,000 മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ആ ഒരു നീറ്റ്നെസ്, അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. ഇത് നമുക്ക് 7,400 ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകും. അപ്പൊ ഒരു ക്രെറ്റ ഫസ്റ്റ് ജെൻ അന്വേഷിച്ച് നടക്കുന്നവരെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇതിന്റെ ഒരു ഓട്ടോമാറ്റിക് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. റെഡ് 63,000 കിലോമീറ്റർ ഓടിയ സെയിം ഇയറിൽ ഓട്ടോമാറ്റിക് AC. സാധാരണ AC ഉള്ള വണ്ടിയാണ് കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്നത്. ഫുൾ ഫിനാൻസും കിട്ടും. അപ്പൊ അതാണ് ഒരു ഓട്ടോമാറ്റിക് വണ്ടി. നമുക്ക് ഫുൾ ഓണിലാണ്. അത് നമുക്ക് ഏറ്റവും ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അതേപോലെ നമുക്ക് വാഗ്നറിന്റെ ന്യൂ ഷേപ്പിൽ 2 വാഹനങ്ങളുണ്ട്. വൈറ്റും ഉണ്ട്, അതേപോലെ തന്നെ റെഡും ഉണ്ട്. ഇത് ഏറ്റവും ഫുൾ ലോഡ്. ഇത് മാനുവൽ ആണ്, അത് ഓട്ടോമാറ്റിക്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ വീണ്ടും KL23 യൂസ് കാസിലാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ കിലോമീറ്റർ ഓടിയ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വന്നതിനേക്കാൾ ഒത്തിരി കൂടി നമുക്ക് ഇവിടെ ഷോറൂമൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്ത് നല്ല ഗംഭീര കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് നമുക്ക് ചെറിയ ചെറിയ കിലോമീറ്റർ ഒത്തിരി നല്ല വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. അത് ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, ഡീസൽ ഉണ്ട്. അതിൽ നമുക്ക് താറൊക്കെ ഏറ്റവും നല്ല ഓഫർ പ്രൈസിൽ നമുക്ക് ഇവിടുന്ന് ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ കൂടുതൽ അസിസ്ക നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അസിസ്ക, നമ്മൾ ഈ ഒരു KL23 യൂസ് കാസിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മുടെ കരുനാഗപ്പള്ളി പുതിയകാവ് ഷേഖ് മസ്ജിദിന്റെ ഫേമസ് പള്ളിയാണ്. ഇത് തൊട്ടടുത്ത് കാണുന്നതിന് നമ്മൾ പള്ളിയുടെ മതിലാണ് ഈ കാണുന്നത് അല്ലെ? ഷേഖ് മസ്ജിദിനോട് ചേർന്ന് അടുത്ത് തന്നെയാണ് നമുക്ക് ഈ ഒരു യൂസ് കാസ് സ്ഥിതി ചെയ്യുന്നത്. ഇക്ക, എങ്ങനെയാണ് നമ്മൾക്ക് ഈ ഇത്രയും ചെറിയ ചെറിയ കിലോമീറ്ററോടെ വണ്ടികൾ എങ്ങനെയാണ് നിങ്ങൾ തെരഞ്ഞു പിടിക്കുന്നത്? ഹൈ റിസ്ക് ആണ്. 10 പോലെ ഒരെണ്ണം കിട്ടത്തുള്ളൂ. ഒന്നേ കിട്ടുള്ളൂ. അപ്പൊ പൊതുവെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടെന്നും ചെറിയ കിലോമീറ്ററോടെ വണ്ടികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. നിങ്ങൾ കണ്ട വീഡിയോസ് കണ്ട ഒരു വണ്ടിയില്ല, എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ ഇന്നും നമുക്ക് അത്യാവശ്യം ചെറിയ കിലോമീറ്റർ വാഹനങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇന്നൊരു താഴ്ന്നു തുടങ്ങാം അല്ലെ? അപ്പൊ വീഡിയോയിൽ നമ്മൾ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊരു കിഡ്ലൻ 2 വീൽ ഡ്രൈവിൽ ഇവര് പൊളി കളറിൽ വരുന്ന ഒരു അടിപൊളി താറാണ്. താറിന്റെ നമുക്ക് നല്ലൊരു ഓഫർ റേറ്റിൽ തന്നെയാണ്. നമുക്ക് മാർക്കറ്റ് പ്രൈസ് ഒക്കെ നിങ്ങൾ നോക്കുക, നല്ല ഓഫർ റേറ്റ് ഉണ്ട് എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അസീസ്ക, എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2023 26 രജിസ്ട്രേഷൻ. 26 രജിസ്ട്രേഷൻ. ഓക്കെ. 4 ടയറും നമുക്ക് അത്യാവശ്യം ഫുൾ കട്ട ടയേഴ്സ് വരുന്നുണ്ട്. സ്റ്റെപ്പിനെ അടക്കം നമുക്ക് ഫുൾ കട്ട ടയറാണ്. സ്റ്റെപ്പിനെ നമുക്ക് യൂസ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അല്ലെ? യൂസ് ചെയ്തിട്ടില്ല. അത്രയും ക്വാളിറ്റി ഉള്ള ഒരു വാഹനം. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ഒന്നുമില്ല. അത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി, ഒരു അടിപൊളി വെഹിക്കിൾ ആണ്. അത് നമുക്ക് ഇതിന്റെ ഈ ഒരു 2 വീൽ ഡ്രൈവിലെ ഏറ്റവും ടോപ്പിന്റെ ഹാർഡ് ടോപ്പില് നല്ല മൈലേജ് കിട്ടുന്ന ഒരു എഞ്ചിനാണ്. 1.5 ആണ്. സോ നല്ല മൈലേജ് കിട്ടുന്ന ഒരു എഞ്ചിനാണ്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 63,000 കിലോമീറ്റർ ഓടിക്കോ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയല്ലേ? നമുക്ക് ഇക്കാര്യത്തിന് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 12.85 കൊടുക്കാം. 12.85. സാധാരണ നമ്മൾ ഈ 2 വീൽ ഡ്രൈവിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രൈസ് നമ്മൾ നോക്കുമ്പോൾ 13-13.5 വരുന്നുണ്ട്. അപ്പൊ ഇത് നല്ലൊരു ഓഫർ റേറ്റ് ആണ് തന്നിട്ടുള്ളത്. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതൊരു 11.5-12 ലക്ഷം രൂപ ലോൺ കയറും. അപ്പൊ ട്രാക്കിന് 1 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. ഇനി അതേപോലെ നമുക്കൊരു ചെറിയൊരു ക്യൂട്ട് വെഹിക്കിള് നമ്മൾ കൊടുക്കണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. നമ്മള് സെന്നെ ഇതിനൊരു ഹൈലൈറ്റ് ഉണ്ട് ഇക്ക പറഞ്ഞു. ഒരു മോഹവണ്ടിയായിട്ട് എടുത്തതായിരുന്നു. ഇവിടെ തന്നെ ഫസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ് അല്ലെ? 2002 ഇവിടത്തെ ഒരു പ്രമുഖ ഹോട്ടലാണ് അന്നത്തെ വണ്ടിയായിരുന്നു. പിന്നെ ഈ ഒരു വണ്ടിന്റെ ഹൈലൈറ്റ് ആണ് ഇത് ഇത്രയും കാലമായിട്ടും ചെറിയ കിലോമീറ്റർ ആണ്. നമ്മൾ ആരും വിശ്വസിക്കൂല, അത്രയും ചെറിയ കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് എന്നുള്ളതാണ്. 47,000 മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ആ ഒരു നീറ്റ്നെസ്, അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. ആ ഒരു ആദ്യകാലത്തുള്ള സെന്നിന്റെ അതേ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വെറും 47,000 കിലോമീറ്റർ.
ഇക്ക ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2002 വണ്ടിയാണ്. 2002 വണ്ടി അല്ലേ? അതിൽ പേപ്പർ കാര്യങ്ങളൊക്കെ ഒരു 2 ഇയറോളം ബാക്കിയുണ്ട്. 2 വർഷം വരെ നമുക്ക് പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആണ്. ഇതിന്റെ ഹൈലൈറ്റ് ആണ് വെറും 45,000 കിലോമീറ്റർ. നിലവിലിപ്പോ സിംഗിൾ ഓൺഷിപ്പ് ആണോ? അല്ല, ഇപ്പൊ സെക്കൻഡ് ഓൺഷിപ്പിലേക്ക് മാറിയില്ല. ഇക്ക നമ്മളത് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്കിത്? ഇത് വില റേറ്റ് പറയാൻ പാടില്ല, 1.10 ആവും. കാരണം നമുക്ക് അത്രയും ലോ കിലോമീറ്റർ ഞാൻ അതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ടയർ എല്ലാം ഫ്രഷ് എടുത്ത് അപ്പൊ അത്രയും മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ് ലോ കിലോമീറ്റർ. അപ്പൊ അങ്ങനെ ഒരു സെന്ന് ഇഷ്ടപ്പെട്ട് മോഹ വണ്ടിയായിട്ട് അന്വേഷിക്കുന്നവരാണെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാം. വന്ന് ഇഷ്ടപ്പെട്ട ചെറിയ രൂപത്തിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അടുത്തതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളിന്ന് അന്വേഷിക്കുന്ന ആളുകൾക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ക്രെറ്റ. കാരണം ക്രെറ്റന്റെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ ജനറേഷനേക്കാൾ നല്ല ബോഡി വെയിറ്റും അത്യാവശ്യം നല്ല മൈലേജും നമുക്ക് കുറഞ്ഞ മെയിൻ്റെനൻസ് വരുന്ന ജനറേഷനാണ് ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ. അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി ഓപ്ഷനിൽ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇക്ക എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 ആണ്, 72,000 കിലോമീറ്റർ ഉള്ളൂ. ഓ, അത് നമുക്ക് ഈ ഒരു സമയമായിട്ട് നമുക്ക് 72,000 ഓടിയിട്ടുള്ളൂ. 2 മാസം മുമ്പ് 69,000 സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? എല്ലാ ഷോറൂം സർവീസ് ആണ്. അപ്പൊ നമ്മൾ ലോ കിലോമീറ്റർ വണ്ടിയാണ്, അതും ഏറ്റവും നമുക്ക് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ് ഡീസല് 1.6 ആണ്. 1.6 ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി വിത്ത് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വാഹനമാണ്. ഇപ്പൊ ഓൺഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓൺഷിപ്പ് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 7,4 ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകും. അപ്പൊ ഒരു ക്രെറ്റ ഫസ്റ്റ് ജെൻ അന്വേഷിച്ച് നടക്കുന്നവരെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇതിന്റെ ഒരു ഓട്ടോമാറ്റിക് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. റെഡ് 63,000 കിലോമീറ്റർ ഓടിയ സെയിം ഇയറിൽ ഓട്ടോമാറ്റിക് ഉണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പൊ അത് നമുക്ക് എത്രയാണ്? 8 ലക്ഷം രൂപ. അപ്പൊ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ വേണമെങ്കിൽ മാനുവൽ ഉണ്ട്. രണ്ടും നമുക്ക് ചെറിയ കിലോമീറ്റർ ആണ്. ഇനി ഒന്നുകൂടെ നമുക്ക് ചെറു വാഹനം വീണ്ടും നമുക്ക് വരുന്നുണ്ട്. ഒരു സാൻഡ്രോയുടെ നമുക്ക് ഫസ്റ്റ് ജെൻ ഇല്ല, എങ്ങനെയായിരുന്നു ഇക്ക അതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2014 63,000 കിലോമീറ്ററിൽ സെക്കൻഡ് ഓൺഷിപ്പ് ആയിട്ടുള്ള 63,000 കിലോമീറ്റർ. 4 നമുക്ക് അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യ സൈഡ് ഒക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. റിയർ സൈഡൊക്കെ നല്ല അടിപൊളിയാണ്. റൂഫൊക്കെ നല്ല വൃത്തിയുള്ളൊരു വാഹനം. സ്പോയിലർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. KL3 പത്തനംതിട്ട രജിസ്ട്രേഷൻ ആണ് വാഹനം വരുന്നത്. ഇക്കാര്യം നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വാഹനം? ഇത് 1.55 1.55 ചെയ്യാം. 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സെക്കൻഡ് ഓൺഷിപ്പ് വാഹനമാണ്. അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ സാധാരണക്കാരന് നമുക്ക് ഒരു ബൈക്കിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് നമുക്ക് പറ്റുന്ന ഈ ഒരു മഴക്കാലത്ത് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയില്ല. വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റുകൾ അത്യാവശ്യം നല്ല കളക്ഷൻ വരുന്നുണ്ട്. സ്വിഫ്റ്റുകൾ പല ജനറേഷൻ്റെ റെഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, വൈറ്റ് ഉണ്ട്. ആ ഫസ്റ്റ് തന്നെ നമുക്കൊരു റെഡ് ഫിനിഷിംഗില് നമുക്കൊരു സെക്കൻഡ് ജനറേഷൻ അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല്? 2014 ഇതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓ, ചെറിയ കിലോമീറ്റർ ആണ്. അത് ഡീസൽ വണ്ടി കേട്ടോ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. അതും നമുക്ക് ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഈ ഒരു കിലോമീറ്റർ ഓടിയ വണ്ടിയൊക്കെ ഇപ്പൊ സ്വിഫ്റ്റ് കിട്ടാൻ ഇച്ചിരി പാടാണ്. എങ്ങനെ എവിടുന്ന് കണ്ടുപിടിച്ചു ഈ ഒരു ലോ കിലോമീറ്റർ വണ്ടി? അപ്പോൾ അടിപൊളി വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ്. അത്യാവശ്യം നല്ല മൈലേജും ഡെയിലി യൂസിന് നമുക്ക് പറ്റുന്ന വീഡിയോ ഓപ്ഷൻ വണ്ടി. സ്പോയിലർ കാര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം 4 ഫുൾ കട്ട ടയേഴ്സ് വരുന്നുണ്ട്. ഒരു സ്ക്രാച്ച് ഒന്നുമില്ല. അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയില്ല. ഇക്കത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 4.25 ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 3.5 ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ചെറിയൊരു 10-25 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഞാൻ അതിന്റെ തോന്നുന്നു നമുക്ക് തേർഡ് ജനറേഷനിൽ നമുക്ക് 2 വാഹനങ്ങൾ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ് അല്ലെ? ഇത് ഡീസൽ ആണോ പെട്രോൾ ഓട്ടോമാറ്റിക്? പെട്രോൾ ഓട്ടോമാറ്റിക്. അത്യാവശ്യം നമുക്ക് ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് ക്രോം ഒക്കെ നമുക്ക് ഒരു ഡീക്രോം ചെയ്തിട്ടുണ്ട് ബ്ലാക്കിലേക്ക്. 2022 മോഡൽ വണ്ടിയിലെ ഓട്ടോമാറ്റിക് ആണ്. ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, 2 സൈഡ് എയർ ബാഗ്. അതായത് ഇപ്പോഴും നമുക്ക് ആ ഒരു പുതുവാഹനത്തിന്റെ ആ ഒരു സ്മെല്ല് പോയിട്ടില്ല അല്ലെ? അത്ര ഒരു പുത്തൻ സ്മെല്ലില് പുതിയൊരു വാഹനത്തിന് അതേ ഫീൽ ഉള്ള വണ്ടിയാണ്. യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് ഇവിടെ തന്നെ ഇവിടെ കരുനാഗപ്പള്ളി രജിസ്ട്രേഷൻ തന്നെയാണ് വണ്ടി വരുന്നത്. ഇക്കാര്യത്തിൽ എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് 21,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 6.21 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. ലോ കിലോമീറ്റർ മോഡലും ഉണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 100% നമുക്ക് ആ വണ്ടി പക്കായിട്ട് അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ്. ഏകദേശം ഒരു 19 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. 6.5 ഒക്കെ നമുക്ക് ഇറക്കാൻ പറ്റും. വീണ്ടും നമുക്ക് അതിന്റെ ഒരു വൈറ്റ് ഫിനിഷിംഗ് ആണ്. നല്ല ഫാൻസി മാനുവൽ. അപ്പൊ നമുക്ക് ഇതിന്റെ ഓട്ടോമാറ്റിക് വേണ്ട ഒരു ഓട്ടോമാറ്റിക് ഉണ്ട്. ഇനി മാനുവൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലും ഉണ്ട്. ഇത് നമുക്ക് 4 ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ?
2018 വണ്ടി. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 60,000 കിലോമീറ്റർ. ഇത് നമുക്ക് ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ആണ്. വർഷത്തിലേക്ക് കണക്കൂട്ടുമ്പോൾ വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ് ഓരോ ഇയറിൽ ഓടിയിട്ടുള്ളത് അല്ലേ? അത് ഓൺഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓൺഷിപ്പ്. ഇത് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് 540 ഏകദേശം 10-40 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഈ സ്വിഫ്റ്റിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ സെക്കൻഡ് ജനറേഷനിലെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി ZXi ആണ്. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്. എങ്ങനെയായിരുന്നു അതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2015 ആണ്. പക്ഷെ കിലോമീറ്റർ 97,000 ഓടി. 97,000 ഓടിയിട്ടുണ്ട് അല്ലേ? പക്ഷെ ഫ്രഷ്നെസ് ഇതുവരെ മാറിയില്ല. അത്രയും നമുക്ക് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എല്ലാ ഷോറൂം 93,000 വരെ കിലോമീറ്റർ ഷോറൂം സർവീസ് ആണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ? അതായത് ഇതിന്റെ ഫുൾ ഓപ്ഷൻ ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങും സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി സീരി, അങ്ങനെ എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു വാഹനം. ഇക്കത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 4,400 ഏകദേശം ഒരു 19 രൂപയിൽ വണ്ടി ഇറക്കാൻ ചെയ്യാം. ഇതിന്റെ ഇടയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ്. നമുക്ക് കൊമേഴ്ഷ്യൽ ആയിട്ടും അതേപോലെ നമുക്ക് ഫാമിലി പർപ്പസിന് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈക്കോ. ഇത് 5 സീറ്റർ AC ആണോ? AC. സാധാരണ AC ഉള്ള വണ്ടിയാണ് കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്നത്. അതിപ്പോ നമുക്ക് സ്കൂളുകളെ തുറന്ന് വാനായിട്ട് യൂസ് ചെയ്യാം, ഫാമിലി പർപ്പസിന് യൂസ് ചെയ്യാം. ഇതുപോലെ കാറ്ററിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊമേഴ്ഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല വൃത്തിയുള്ള ഒരു വാഹനം. ഇക്കത് എങ്ങനെയായിരുന്നു മോഡല്? 2013 വണ്ടി. 40,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഓ, തീരെ ഓടിയിട്ടില്ലല്ലോ വണ്ടി. അതേപോലെ ഫ്രഷ്നെസ് ആയിട്ടിരിക്കുന്നുണ്ട്. ഓ, നമുക്ക് ആ ഒരു ഡോർ തുറക്കുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് നല്ലോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നല്ല അടിപൊളി വണ്ടിയാണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. അത് നമുക്ക് അത്രയും 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനം. ഇക്കാര്യം നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് 240. അത് നമുക്കൊരു മാക്സിമം നമുക്ക് എത്ര രൂപയ്ക്ക് ലോൺ? 2 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. 2 ലക്ഷം നമുക്ക് ലോൺ ചെയ്യാം. 40 രൂപ വണ്ടി ഇറക്കാം. 2020-21 രജിസ്ട്രേഷൻ ഈക്കോ നിൽപ്പുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ്? 4 ലാക്ക് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ ഈക്കോ 2 നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് വരാനുണ്ട് അല്ലെ? സിൽവർ കളറിൽ നമുക്ക് വരാനുണ്ട്. അടുത്ത നമുക്ക് ക്ലൈംബർ അല്ലെ? ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ നമുക്കൊരു മിനി SUV ടൈപ്പ് വാഹനമായി. അതിൽ തന്നെ നമുക്ക് ലേഡീസിനൊക്കെ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. അതും അടിപൊളി കളർ KL40. അതേപോലെ തന്നെ 20-30 നല്ല ജോയിന്റ് ആയിട്ടുള്ള നമ്പർ വന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് ഓണർഷിപ്പ് 3rd ആണ്. കിലോമീറ്റർ 86,000 ഓടി. 86,000 കിലോമീറ്റർ. ഇതാണ് ജസ്റ്റ് ഒരു നോബ് മാത്രമാണ് നമുക്ക് ഇതിന്റെ ഗിയർ ചേഞ്ചിങ് വരുന്നത്. അപ്പോൾ ലേഡീസിനെ സംബന്ധിച്ച് നമ്മൾ മിക്സി ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഒരു കാറിന്റെ ഗിയർ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പുതുതായിട്ട് വാഹനമൊക്കെ പഠിച്ചിട്ട് ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാം. അത്യാവശ്യം മൈലേജും കിട്ടും, നല്ല യാത്ര കംഫർട്ട്. 2018 ആണ്. 3.50 കൊടുക്കാം നമുക്ക്. ഫുൾ ഫിനാൻസും കിട്ടും. അപ്പൊ അതാണ് ഒരു ഓട്ടോമാറ്റിക് വണ്ടി. നമുക്ക് ഫുൾ ഓണിലാണ്. അത് നമുക്ക് ഏറ്റവും ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അതേപോലെ നമുക്ക് വാഗ്നറിന്റെ ന്യൂ ഷേപ്പിൽ 2 വാഹനങ്ങളുണ്ട്. വൈറ്റും ഉണ്ട്, അതേപോലെ തന്നെ റെഡും ഉണ്ട്. ഇത് ഏറ്റവും ഫുൾ ലോഡ്. ഇത് മാനുവൽ ആണ്, അത് ഓട്ടോമാറ്റിക്? ZXi പ്ലസിൽ വൈറ്റ് ഫിനിഷിൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 6,500 കിലോമീറ്റർ ഓടിയുള്ളൂ. ഓ, ഇതെന്താണ് ഓടിയിട്ടില്ല എന്ന് തന്നെ പറഞ്ഞേക്കാം. തീരെ ഓടാത്തൊരു വാഹനമാണ്. വെറും 6,500 കിലോമീറ്റർ. ഇതിലൊക്കെ നോക്കി അത്യാവശ്യം നല്ല കിടിലനായിട്ട് കൊണ്ടു നടന്നൊരു വാഹനമാണ്. അതേപോലെ നമുക്ക് സ്റ്റെപ്പിനൊന്നും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഓൺഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ ഓൺഷിപ്പില് 1.2 നമ്മൾ സ്വിഫ്റ്റിനൊക്കെ വരുന്ന സെയിം എഞ്ചിനില് വെറും 6,000 കിലോമീറ്റർ മാത്രം ഓടിയുള്ള ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ഒക്കെ എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്ക് 6.75 ചെയ്യാം. ഏകദേശം ഒരു 19 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം. അതിന്റെ നേരെ കളർ ചേഞ്ച് ആണ് റെഡ്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആണ് അതോ മാനുവൽ? ZXi ആണ്. അത് നമുക്ക് മാനുവൽ വണ്ടിയാണ്. അപ്പോൾ റെഡ് ഫിനിഷിംഗ് ഒരു വാഹനം, അടിപൊളി വാഹനം വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2023 വണ്ടി അല്ലെ? 15,000 കിലോമീറ്റർ. ഓ, ഇത് ലോ കിലോമീറ്റർ തന്നെയാണ് അല്ലേ? ഇത് നമുക്ക് എങ്ങനെയായിരുന്നു ചോദ്യം? ഇത് 5.75 ഏകദേശം 19 രൂപയ്ക്കുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് ഇറക്കാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് ബിൽഡ് ക്വാളിറ്റി, ഫാമിലിയുടെ സേഫ്റ്റി, പെർഫോമൻസും നല്ല യാത്രാ കംഫർട്ട് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഡീസൽ നെക്സോൺ അല്ലെ? 18-20 നല്ല മൈലേജ് കിട്ടുമല്ലോ. നല്ല മൈലേജ് കിട്ടുന്ന ഒരു SUV ആണ്. അതേപോലെ നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് ഫാമിലിയുടെ സുരക്ഷ എന്നുള്ള ഒരു നോക്കിയെടുക്കുന്നവരെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു വാഹനം. 34,000 കിലോമീറ്റർ. ഓ, ഇതും ചെറിയ കിലോമീറ്റർ ആണ്. ഇതും ഡീസൽ വണ്ടി. 34,000 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതാണ് ഒരു ആർമിക്കാരന്റെ വണ്ടിയാണ്. അപ്പൊ ലോ കിലോമീറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. സിംഗിൾ ഓൺഷിപ്പ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് 6.35 ബെസ്റ്റ് പ്രൈസ് ആണ്. രജിസ്ട്രേഷനും ഉണ്ട്. ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്.
അപ്പൊ നമുക്ക് ഒരു ഡെയിലി യൂസിന് നല്ലൊരു കാർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. മാക്സിമം ലോണും ചെയ്യാം അല്ലെ. അടുത്ത നമുക്കൊരു US ബ്രാൻഡ്, ഒരു അമേരിക്കൻ ബ്രാൻഡ് ഒക്കെ നോക്കി നടക്കുന്നവർക്ക് അന്നൊക്കെ നല്ല ബ്ലഡ് റെഡിലൊക്കെ വരുന്ന ഒരു ജീപ്പ് കോമ്പസ് വരുന്നുണ്ട്. ഇത് ഏതായിരുന്നു? ലിമിറ്റഡ് ആണ് ഓപ്ഷൻ വരുന്നത്. ലിമിറ്റഡ് ആണ്, മാനുവൽ. അഡീഷണൽ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 55,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഓ, ചെറിയ കിലോമീറ്റർ ഓണർഷിപ്പ് തേർഡാണ്, പക്ഷെ 55,000 കിലോമീറ്റർ ഫുൾ ഷോറൂം സർവീസ് ഹിസ്റ്ററി എല്ലാം പക്ക ഹിസ്റ്ററി. ആക്സിഡന്റ് ക്ലൈമറ്റ് ടച്ചിങ് പോലും ഇല്ല, ബോഡി ഒന്നുമില്ല. അത്രയും നമുക്ക് ഗ്യാരണ്ടി വരാൻ പറ്റൂല. അത് ടച്ചപ്പ് കയറാത്ത വാഹനമാണ്. അത് നമുക്ക് 55,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഡീസൽ. ഇതൊരു ശരിക്കും ഓഫ് റോഡ് കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ്. അത്രയും നല്ല ബോഡി ക്വാളിറ്റിയും പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു വാഹനമാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? 8 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ ഫുൾ ലോൺ കയറും. ഓ, ഇത് നമ്മൾ ഒരു സ്വിഫ്റ്റ് വാങ്ങുന്ന പ്രൈസിലാണല്ലോ പൊട്ടിച്ചാണല്ലോ കൊടുക്കുന്നത്. 8 ലക്ഷം രൂപക്ക് നമുക്കൊരു ഡീസൽ വണ്ടി, അത് 55,000 കിലോമീറ്റർ ഓടിയത് ഫുൾ ഓണിലേക്ക്. അടുത്ത തവണ നമുക്ക് ഒരു കിഡിലൻ ഒരു എർട്ടിക വരുന്നുണ്ട്, 7 സീറ്റർ. നമ്പറൊക്കെ നോക്കി നല്ല കിഡിലൻ ഫാൻസി നമ്പറൊക്കെയാണ് വരുന്നത്. ZXi+, ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി കേട്ടോ. പ്രൊജക്ടർ ലാംപ്സ്, കമ്പനി അലോയ്സ്, ഫോഗ് ലാംപ്സ്, സൈഡിലൊക്കെ അത്യാവശ്യം നമുക്ക് റെയിൻ ഗാർഡ്സ് കാര്യങ്ങളെല്ലാം, അതേപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്. 15,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഓ, ഇതും ചെറിയ കിലോമീറ്റർ ആണ് അല്ലേ. അപ്പൊ 7 സീറ്ററിൽ ലോ കിലോമീറ്ററിൽ നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് ഏറ്റവും ഫുൾ ലോഡിൽ ഒരു കിടില എർട്ടിക. അതൊരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിലും ടച്ചപ്പ് തന്നെ കയറിയിട്ടില്ലല്ലോ, ഒന്നുമില്ല. അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതും 15,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ഇല്ല. 23 ഡിസംബർ വണ്ടി അല്ലേ. എത്ര രൂപ ചെയ്യാൻ പറ്റും അത്? ഇത് നമുക്ക് 11.5 ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. പുതിയൊരു വാഹനം നോക്കുമ്പോൾ 4-5 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതും നമുക്ക് ഒരു മാക്സിമം ലോൺ ചെയ്യാം. അടുത്ത ഒരു ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ, അത് നമുക്ക് ഗ്രേപ്പ് റെഡ് ആണ്. കൂടുതൽ ആളുകൾ ക്രിസ്റ്റയിൽ നോക്കുന്ന ഒരു കളർ കൂടിയാണ് ഈ ഒരു കളർ എന്ന് പറഞ്ഞാല്. ഓ, നമ്പറൊക്കെ നല്ല അടിപൊളി നമ്പറാണല്ലോ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 80,000 കിലോമീറ്റർ വി വേരിയന്റ്. നമുക്ക് ടൊയോട്ടയില് പിന്നെ ക്രിസ്റ്റയില് വി കിട്ടാൻ ഇച്ചിരി പാടാണ്. കാരണം ഫുള്ള് G4 ആയിരിക്കും വരിക. ആ സമയത്ത് നമുക്ക് വി ഓപ്ഷനിൽ അത്യാവശ്യം നമുക്ക് കമ്പനി അലോയ്സ് കാര്യങ്ങൾ, നല്ല ഫീച്ചേഴ്സ് ഒക്കെ അത്യാവശ്യം സെഡിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരുന്നത്. അത്രയും ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനം. കിലോമീറ്റർ പറഞ്ഞത് 80,000 കിലോമീറ്റർ മാത്രം. സെക്കൻഡ് ഓൺഷിപ്പ്. ഒറിജിനൽ കേരള വണ്ടി അല്ലേ. നമുക്ക് ഇവിടെ ഒറിജിനൽ കേരള വണ്ടികൾ മാത്രമേ ഉള്ളൂ, നമുക്ക് അത് ഡീൽ ചെയ്യുന്നുള്ളൂ അല്ലേ. എത്ര രൂപ ചെയ്യാൻ പറ്റും? 17 ലക്ഷം രൂപക്ക് നമുക്ക് ചെയ്യാം. അത് മാക്സിമം നമുക്ക് ലോണും ചെയ്യാം അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്നുണ്ടായിരുന്ന KL23 യൂസർ കാസ് കരുനാഗപ്പള്ളി ആയിരുന്നു. രണ്ടാമതാണ് നമ്മൾ അസിസ്കാരുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അന്നുള്ളതിനേക്കാൾ ഷോറൂം ഒന്നുകൂടെ വിപുലമാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളക്ഷൻസ് കയറിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ പുറമെ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒക്കെ 50,000 താഴെ 10,000, 15,000, 8,000, 6,000 വരെ ഓടിയ വണ്ടികളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ചെറിയ കിലോമീറ്റർ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നോക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അത്രയും നമുക്കൊരു പുതു വാഹനം എടുക്കുന്നത് പോലെ നമുക്ക് വാഹനം എടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ്, ഗ്യാരണ്ടി ഉള്ള വാഹനങ്ങളാണ്. ടച്ച് പോലും കയറാത്ത ഒത്തിരി നല്ല വാഹനങ്ങൾ, അതും താറൊക്കെ നല്ല ഓഫർ പ്രൈസിലുണ്ട്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാം. നമ്മളെ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞാണെങ്കിൽ കരുനാഗപ്പള്ളി ചേർന്നിട്ട് തന്നെയാണ് നമ്മളെ KL23 യൂസർ കാസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീണ്ടും കാണാം. റിയാസ് ആൻഡ് അസീസ്ക സൈനിങ് ഓഫ്.